ഇത് മഞ്ഞപ്ര മാസ് മോട്ടോഴ്സ് എന്നായിരുന്നു. നമ്മൾ ഹോണ്ട ആക്റ്റീവ വണ്ടി നമ്മളത് വർക്കിന് കയറ്റിയിട്ടുണ്ട്. സർവീസായിട്ട് വന്നതാണ്. സർവീസ് അതുപോലെ പൊല്യൂഷൻ ടെസ്റ്റ് ഇതിനൊക്കെ വേണ്ടി വന്നതാണ്. അപ്പോൾ സർവീസിന് നമ്മൾ കയറ്റിയിട്ടുണ്ട്. അപ്പോൾ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മളതിൻ്റെ ക്ലച്ചിൻ്റെ ഭാഗം, എയർ ഫിൽറ്റർ, പ്ലഗ് അതുപോലെ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ക്ലച്ചിൻ്റെ ഭാഗമൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല. അധികം ഓട്ടമില്ലാത്ത വണ്ടിയാണ്. അപ്പോൾ ക്ലച്ചിൻ്റെ ഭാഗമൊക്കെ ഫ്രഷ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. അതിൻ്റെ വേരിയേറ്റർ ബോഡി, റോളർ, വെയിറ്റ് ഒന്നും വേറെ കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ ബെൽറ്റായാലും നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നും കാണിക്കില്ല. ബെൽറ്റും നല്ല ബെൽറ്റാണ്. ഓട്ടോ ക്ലച്ചിൻ്റെ യൂണിറ്റായാലും വേറെ കംപ്ലയിൻ്റ് ഒന്നും കാണിക്കുന്നില്ല. അത് നമുക്ക് അതിനെ ക്ലീൻ ചെയ്ത് യൂസ് ചെയ്യാം. വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. നമ്മൾ അതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗമൊന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. എയർ ഫിൽറ്ററിൻ്റെ ഭാഗം ചെക്ക് ചെയ്തപ്പോഴും നല്ല ഫിൽറ്ററാണ്. വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. നമുക്കത് ക്ലീൻ ചെയ്തിടാം. വേറെ കുഴപ്പമൊന്നുമില്ല. അതുപോലെ സ്പാർക്ക് പ്ലഗ് ആയാലും നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നും കാണിക്കുന്നില്ല. പ്ലഗ് നമുക്ക് അതിന് ഉപയോഗിക്കാം. വേറെ കുഴപ്പമൊന്നുമില്ല. അതുപോലെ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിളായാലും വേറെ കംപ്ലയിൻ്റ് ഒന്നും കാണിക്കുന്നില്ല. അതിൻ്റെ ഫ്രണ്ടിൽ ബ്രേക്ക് ഷൂ ആയാലും വേറെ കുഴപ്പമൊന്നുമില്ല. ടയറും നല്ല ടയറാണ്. വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. ഫ്രണ്ടിൽ ബുഷുകളായാലും ഷോക്കപ്പിൻ്റെ ബുഷായാലും ലിങ്ക് ബുഷായാലും നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. എല്ലാം ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്താൽ മതി. വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. നമ്മളതിൻ്റെ ബാറ്ററിയുടെ ഭാഗം കൂടി ഒന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. ബാറ്ററി ഇരിക്കുന്നത് ആമറോണിൻ്റെ 2023 മോഡൽ ബാറ്ററിയാണ് ഇരിക്കുന്നത്. അപ്പോൾ നിലവിൽ ഇപ്പോൾ സെൽഫൊക്കെ വർക്കിംഗ് ആണ്. അപ്പോൾ ബാറ്ററിക്ക് വല്ല കംപ്ലയിൻ്റ് ഉണ്ടോയെന്ന് കൂടി ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. അതിൻ്റെ വോൾട്ടൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ 12.89 ആ റേഞ്ച് മാക്സിമം വോൾട്ട് കിട്ടുന്നുണ്ട്. അത് ടെസ്റ്റിലേക്ക് കൊടുക്കുന്നുണ്ട്. ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ ബാറ്ററി സ്റ്റാറ്റസ് കാണിക്കുന്നത് ബാറ്ററി കംപ്ലയിൻ്റ് ആയിട്ടാണ് കാണിക്കുന്നത്. പക്ഷേ നമുക്ക് ഈ ബാറ്ററിയിൽ വല്ല ചെറിയൊരു വോൾട്ട് വേരിയേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ആ മീറ്ററിൽ കംപ്ലയിൻ്റ് ആയിട്ടേ കാണിക്കുള്ളൂ. സെൽഫിൻ്റെ എന്തെങ്കിലും കൂടുതൽ പ്രശ്നം കാണിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ബാറ്ററിനെ കുറിച്ചിട്ടൊന്ന് ചാർജ് ചെയ്യുക, അല്ലെങ്കിൽ നോക്കിയാൽ മതി കേട്ടോ. ഇപ്പോൾ നിലവിൽ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് അതിൻ്റെ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ എഞ്ചിൻ ഓയിൽ മാറ്റാറായിട്ടുണ്ടാകും. അപ്പോൾ എഞ്ചിൻ ഓയിലും കൂടി മാറ്റുന്നുണ്ട്. പിന്നെ പൊല്യൂഷൻ ടെസ്റ്റാണ്. ഇത്രയൊക്കെയാണ് പറഞ്ഞിട്ടുള്ളൂ. വേറെ മേജറായിട്ടുള്ള വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. അധികം ഓട്ടമില്ലാത്ത വണ്ടികൾ കൊണ്ട് വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. ഓക്കെ, ഇപ്പോൾ നിലവിൽ വരുന്ന വർക്കിൻ്റെ ഒരു എസ്റ്റിമേറ്റ് കൂടി പറയാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ.